ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേതൊരു പേൾ ബ്രേസ്ലെറ്റ് ആണ്. ഒരു ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോയാണ്. അപ്പോൾ ഇത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റ് ചെയ്യുമെന്ന് ചോദിച്ച കമൻറ്റ്സ് വന്നിട്ട് ഒത്തിരി നാളായി. അപ്പോൾ ഞാൻ മറന്നു പോയതല്ല. സംഭവം ഈ ഒരു മുത്തില്ലേ, ഇത് ഞാൻ ഒരു ബോക്സിനകത്താക്കി വെച്ചിരിക്കുകയായിരുന്നു. സംഭവം അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ ഞാനിത് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐപ്പിന്നിൽ ഈ ഒരു മുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ആ ബാക്ക് സൈഡും കൂടി ഒന്ന് വളച്ചിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കയ്യിൽ എത്ര മുത്തുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ കൈയുടെ ആ ഒരു ചെയിൻ എത്ര റൗണ്ടിന് വേണോ അതിനനുസരിച്ച് ആ ബീഡ്സ് ഇങ്ങനെ കൊരുത്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വലിയ മുത്ത് അത്രത്തോളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു മുത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര പ്രൊഫഷണൽ ലുക്കൊന്നും നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റിന് പ്രതീക്ഷിക്കരുത്. കാരണം ഞാൻ അങ്ങനെ ഒത്തിരി ചെയ്ത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളാണ്. അപ്പോൾ കമൻറ്റ് വന്ന സ്ഥിതിക്ക് ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ കമൻസൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സാണ് ഈ ഒരു കമൻസ് ഇട്ടത്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു മോഡൽ ചെയ്തെടുക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ ഈ കരിമണി മോഡലിലൊക്കെ ബ്രേസ്ലെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ കാണാറില്ലേ ഈ ഒരു ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ളത്, അങ്ങനത്തെ മോഡലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഐപ്പിന്നൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് മോഡലാണിത്. ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കണ്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ജ്വല്ലറി മേക്കിങ്സൊക്കെ ഇഷ്ടമാവുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഇത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കമൻസ് ആയിട്ടൊക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ ലെയറായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൂക്കും പിന്നെ കുറച്ച് കൊളുത്തും കൂടി കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ്സിനായിട്ട് ഞാൻ ആ ഒരു കൊളുത്തിൻ്റെ താഴെയായിട്ടൊരു കുങ്കുരുവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹാങ്ങിങ്സ് വേണോ അതിനനുസരിച്ച് ആ ഒരു കൊളുത്ത് ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വൈറ്റ് ബീഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രസ്സിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ബീഡ് കുറച്ച് വലുതായി പോയി എന്ന് തോന്നുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ചെറിയ ബീഡ്സൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്കിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കാത്ത വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാവുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അപ്പോൾ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.